ഗായ്സ്, ഞാനും അമ്മു, ഉഷാമയും ശ്രുതിയമ്മയും താഴത്തെ തറവാട്ടിലെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോവാം. ഹായ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രം വരെ പോയിട്ട് വരാം. താഴെ വീട്ടിലാണ് നമ്മുടെ അമ്പലം വരുന്നത്. നമ്മൾ താഴേക്ക് പോയപ്പോൾ അവിടുന്ന് കുറേ പേര് മേളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവർ പാടം കാണാനായിട്ട് പോയതാണ്. അത് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. നേരത്തെ ഇത് ഞാൻ വന്ന സമയത്ത് ജസ്റ്റ് ഒരു കല്ല് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ അടുത്താണ് നമ്മളിതൊരു അമ്പലമായിട്ട് ഇങ്ങനെ വന്നത്. അടുത്താണ് ഇവിടെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞത്. ഇതാണ് അറുകുല മെയിൻ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കൂടാണ്ട് ഭഗവതി, പുളിയാമ്പുള്ളിച്ചൻ, അതുപോലെ തന്നെ സർപ്പത്താന്മാർ, പിന്നെ ബ്രഹ്മരക്ഷസും മറുതയും, ഇത്രയും പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അമ്മുക്കുട്ടിക്ക് ഗേറ്റ് അടയ്ക്കണമെന്നും പറഞ്ഞ് കല്ലുമായിട്ട് വഴക്കുണ്ടാക്കി കരച്ചിലാണ്. ഇനി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അമ്പലക്കുളമുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പാടത്ത് വെള്ളം കയറിയുകൊണ്ട് കുളമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. നമുക്ക് നോക്കാം. പറഞ്ഞ പോലെ തന്നെ പാടത്ത് വെള്ളം കയറി കുളം ഏതാ പാടം ഏതാണെന്ന് അറിയില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് വെള്ളം കിടന്നതാണ് നമ്മുടെ കുളം. ഇത് പോരും വഴിക്ക് നമ്മുടെ ചിറ്റയുടെ വീട്ടിലെ ഫാമിലുള്ള പ്രാവുകളൊക്കെ കേട്ടോ. അവിടെ ഒരു ഫാമായിട്ടുണ്ട്. പശു, ആട്, കോഴി, താറാവ് എല്ലാം തന്നെ ഉണ്ട്. പോരും വഴി ഞങ്ങൾ പാടത്തുനിന്ന് പോയി. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കാണില്ല അല്ലേ? പക്ഷേ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യട്ടെ. സൂം ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താണ് പ്രത്യേകത എന്നുള്ളത്. ഇത് പുലിപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത്യാവശ്യം മിക്കവരും തന്നെ അറിഞ്ഞു വരുന്നതാണ്. ഇത് കണ്ടോ, അതൊരു റോഡാണ്. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ ആളുകളുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നറിയോ? വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്ത് ഇത് അപ്പുറം ഇപ്പുറയും പാടത്തിൻ്റെ നടുക്ക് കൂടിയുള്ള ഒരു പാലമാണ്, അല്ലെങ്കിൽ റോഡാണത്. റോഡ് തന്നെയാണ് കേട്ടോ, ടാറിട്ട റോഡാണ്. അപ്പോൾ ഈവനിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആളുകളാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനൊന്നുമില്ല, പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. നേരത്തെ ഇവിടെ വേറെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു മാസം മുന്നേ ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരു കടയൊക്കെ വന്നിട്ട്. ഇത് കണ്ടോ, ഈവനിങ് ആകുമ്പോഴുള്ള കാഴ്ചയാണ്. സൂര്യാസ്തമയവും അതുപോലെ മേഘങ്ങളൊക്കെ ആ സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ട്രെയിൻ പോണതും വെള്ളം കയറുമ്പോഴാണെങ്കിൽ അതിലും ഭംഗിയാട്ടോ. ഇപ്പോൾ വെള്ളം വറ്റി വെള്ളം ഇറങ്ങിയേക്കണതാണ്. വെള്ളം കയറുമ്പോഴാണെങ്കിൽ ആ റോട്ടിലും വെള്ളം കയറും. ഇഷ്ടംപോലെ ആളുകളാണ് വെള്ളത്തിൽ കളിക്കാനും വണ്ടി കഴുകാനും എല്ലാമായിട്ട് അവിടെ വന്നെ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പാടത്ത് കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം കളിയൊക്കെ കളിച്ചു. രണ്ടുപേരും ഭാഗ്യത്തിന് വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പാടത്ത് അട്ടയുണ്ട്, ചെളിഞ്ഞു കഴിഞ്ഞാൽ അട്ട കല പിടിക്കുമെന്ന് പേടിച്ചിട്ട് രണ്ടുപേരും പാടത്തിറങ്ങിയില്ല. ഇത്രയേ ഉള്ളൂ കുട്ടി വീഡിയോ. ബൈ ബൈ.